കണ്ണൂരിൽ വീട്ടമ്മ പൊള്ളലേറ്റ് മരിച്ചു. കണ്ണൂർ ചപ്പമലയിലെ കരിമ്പനോലിൽ പൊന്നമ്മയാണ് മരിച്ചത്. വീടിന് സമീപത്തെ കശുമാവിൻ തോട്ടത്തിലെ ചവറിന് തീയിടുന്നതിനിടെയാണ് പൊള്ളലേറ്റത്. പരിക്കേറ്റ പൊന്നമ്മയെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചു. ഇന്ന് രാവിലെയാണ് സംഭവം. തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ 12 വയസ്സുകാരന് ചികിത്സ നിഷേധിച്ചെന്ന പരാതിയിൽ ആരോഗ്യവകുപ്പിന്റെ ഇടപെടൽ. ഇതേ ആശുപത്രിയിൽ അസ്ഥിരോഗ വിദഗ്ധന്റെ ചികിത്സ കുട്ടിക്ക് ലഭ്യമാക്കി. ആരോഗ്യവകുപ്പ് ഡയറക്ടറോട് മന്ത്രി വീണ ജോർജ് റിപ്പോർട്ട് തേടി. കുട്ടിക്ക് ഇന്ന് വലിയ കുഴപ്പമില്ല, വളരെ ഡീസൻ്റായിട്ട് തന്നെ അവർ സംസാരിച്ചു. അപ്പോൾ ബെൽറ്റ് ഇട്ട് ടൈറ്റ് ചെയ്ത് കെട്ടി വെച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഇന്നലെ പറഞ്ഞ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്തേ പറ്റുള്ളൂ, ബോൾട്ട് ഇടണം എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ന് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നല്ല രീതിയിലുള്ള സമീപനം ഉണ്ടായി. കുഴപ്പമൊന്നുമില്ല. എന്നാൽ ചികിത്സ നിഷേധിച്ചിട്ടില്ലെന്നും കുട്ടിയുടെ കുടുംബത്തിൻ്റേത് തെറ്റായ ആരോപണമാണെന്നുമാണ് ആശുപത്രി അധികൃതരുടെ നിലപാട്. ചികിത്സ നിഷേധിക്കുക അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാതിരിക്കുകയൊന്നും ചെയ്തിട്ടില്ല. രാവിലെ വന്നിട്ട് DMOയുടെ നിർദ്ദേശപ്രകാരം എൻക്വയറി നടത്തിയതാണ്. ഇപ്പോൾ ഡോക്ടർ ഒരു കാര്യം പറഞ്ഞിട്ടില്ല എന്നുള്ളതിനാണ് എനിക്ക് മനസ്സിലായ ഒരു വ്യക്തമായ ഒരു കാര്യം. അപ്പോൾ അവിടെ ചില ബഹളം ഉണ്ടായപ്പോൾ പുള്ളി കൈകൊണ്ട് കാണിച്ചു, ഇങ്ങനെ നിൽക്കാൻ പറഞ്ഞു, അവിടെ ഇരിക്കാൻ പറഞ്ഞു. അത് മാത്രമേ ഉള്ളൂ കാണിച്ചു. ഈ കൈകൊണ്ട് കാണിച്ച് 5 കണ്ടിനാണോ 5000 ചോദിച്ചെന്നാണ് പറഞ്ഞെന്നാണ് പറയുന്നത്. അതിലെന്താ കാര്യം ഇരിക്കുന്നത്? ഞാൻ അതല്ല ചോദിക്കുന്ന ഒരു കാര്യം, ഈ ക്യാഷ്വാലിറ്റി ഇരിക്കുന്ന CM പുള്ളിക്ക് ഏതായാലും സർജറി ചെയ്യാനുള്ള ഇതുമില്ല, ഒരു കാര്യം ചെയ്യാനില്ല. പിന്നെ എന്തിനു വേണ്ടി 5000 കൈപ്പിരി വയ്ക്കുന്ന ആരോപണം വയ്ക്കണം? അതെനിക്ക് മനസ്സിലാകത്തില്ല. ഡോക്ടർക്കെതിരെ പോലീസിൽ പരാതി നൽകുമെന്ന നിലപാടിലാണ് കുട്ടിയുടെ കുടുംബം. സൈക്കിളിൽ നിന്ന് വീണ് പരിക്കേറ്റ കുട്ടിക്ക് ചികിത്സ നൽകാൻ കാഷ്വാലിറ്റി ഡ്യൂട്ടി ഡോക്ടർ 5000 രൂപ കൈക്കൂലി ചോദിച്ചുവെന്നാണ് പരാതി.